എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്താണെന്നല്ലേ? വാ നോക്കാം. President Donald Trump has threatened to intervene in Iranian protests and its nuclear plans. We do have very big, powerful ships heading in that direction. സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്കെന്താണെന്നല്ല, ഇത് ഇന്ത്യയിലെ പെട്രോൾ പ്രൈസിനെയും നമ്മുടെ ഡെയിലി ലൈഫിനെയും കാര്യമായി ബാധിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ യുഎസിനും ഇറാനും തമ്മിലുള്ള ടെൻഷൻ വീണ്ടും പീക്ക് ലെവലിലേക്ക് പോകും. ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം കാരണമാണ് യുഎസ് പ്രഷർ ശക്തമാക്കുന്നത്. യുഎസ് മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധക്കപ്പലുകൾ, ഫൈറ്റർ ജെറ്റ്സ് എന്നിവ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ പറയുന്നു, ഞങ്ങൾ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത്ര സീരിയസ് ആകുന്നത്? യുഎസ് ഇറാൻ കോൺഫ്ലിക്ട് ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് ഡീസ്റ്റെബിലൈസ് ആകും. ലോകത്തിലെ തന്നെ ഓയിൽ സപ്ലൈ ചെയ്യുന്നതിന്റെ മേജർ റൂട്ടായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇത് റിസ്കിൽ പോകും. അതായത് ഫ്യൂൽ പ്രൈസസ് അധികമാകും. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. പെട്രോൾ, ഡീസൽ, LPG വില കൂടും. ഗ്രോസറി ഐറ്റംസ് എക്സ്പെൻസീവ് ആകും. ട്രാവൽ ടിക്കറ്റ്സ് റേറ്റ്സ് കൂടും. ഇൻഫ്ലേഷൻ പ്രഷർ അധികമാകും. ഇന്ത്യ നേരിട്ട് ഇറാൻ ഓയിൽ വാങ്ങുന്നില്ലെങ്കിലും ഗ്ലോബൽ ഓയിൽ റേറ്റ് കൂടിയാൽ ഇന്ത്യയിലെ ഫ്യൂൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും. എന്താണ് ഇന്ത്യ ചെയ്യുന്നത്? ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത്. യുഎസും ഇറാനും രണ്ടുപേരുമായും ഡിപ്ലോമാറ്റിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇന്ത്യക്ക് റീജിയണൽ സ്റ്റെബിലിറ്റി എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ TV ന്യൂസ് മാത്രമല്ല, ഇത് നമ്മളെപ്പോലുള്ള കോമൺ മാന്റെ ജീവിതത്തെയാണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നത്. കമന്റ് ചെയ്യൂ, ഇത് വാറിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഡീൽ ഉണ്ടാകുമോ എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് എന്നെ ഫോളോ ചെയ്തോളൂ. യൂട്യൂബിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ. നന്ദി.